നമ്മൾ കുട്ടികളിൽ അവബോധമുണ്ടാക്കണം. വരാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ കുട്ടികളിൽ ചിന്തയുണ്ടാക്കണം. കഷ്ടകാലത്തിന് നമ്മുടെ വിദ്യാഭ്യാസമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായത്. കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു വിദ്യാഭ്യാസം നമുക്ക് ഇല്ലാതെ പോയി. താൻ ഇരിക്കുന്ന കൊമ്പ് മറിഞ്ഞു വീഴുന്നതാണ്. ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ വിഷമാവസ്ഥയിലൂടെയാണ്. ഇതിനെ ഉയർത്തി കൊണ്ടുവരാൻ എന്താണ് പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതി എന്ന് ചിന്തിക്കുമ്പോൾ, കൂട്ടായ ചിന്തയിലൂടെ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അത് തന്നെയല്ലേ ഭൂമിയെ ഉയർത്തൽ? പറയൂ നിങ്ങൾ. 5000 വർഷം മുമ്പ് ഇങ്ങനൊരു കഥ എഴുതി വെച്ച വ്യാസഭഗവാനെ നമ്മൾ നമ്പിക്കല്ലേ? ഭൂമി താഴ്ന്നു പോവാൻ സാധ്യതയുണ്ട്. ഭൂമി താഴ്ന്നു പോവുക എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിലെ അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്നല്ല, ഭൂമിയുടെ ക്വാളിറ്റി, ഭൂമിയിലെ ജീവിത നിലവാരം, അത് ക്രമേണ ഭൂമിയുടെ പ്രകൃതിയുടെ വൈഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം കാർഷികതയെല്ലാം, ഇവിടുത്തെ വെള്ളമെല്ലാം ക്രമേണ പൊല്യൂട്ടഡായി അത് ക്രമേണ പോവാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ രസലോകത്തിലേക്ക് ഇതിനെ തള്ളുമ്പോൾ ഈ ഭൂമി താഴോട്ട് പോകുമ്പോൾ അത് ഭൂമിയുടെ മരണമായി. കവികൾ എഴുതി വെച്ചിട്ടില്ലേ ഭൂമിക്കൊരു ചരമഗീതം ഉണ്ടോ? ഇവരൊക്കെ എഴുതി വെച്ചത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ വരാൻ പോകുന്ന ദുരന്തത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ്. ഇത് തന്നെയല്ലേ നമുക്ക് യജ്ഞവരാഹ കഥയിലൂടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ പ്രകൃതി നിലനിൽക്കണം. പ്രകൃതി ഇല്ലെങ്കിൽ നാം ഇവിടെ നിലനിൽക്കാൻ മോഹിച്ചിട്ടും അവർക്ക് പറയൂ കാര്യമില്ല. സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നേടുമ്പോൾ ഇരിക്കുന്ന ഭൂമി അപകടത്തിലാണ്, വിഷത്തിലാണെന്ന് മനസ്സിലാക്കാതെ ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല. നിങ്ങൾ കേട്ട് കാണും, എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു ദുരന്തം കാസർഗോഡ് വാരി വിതറിയപ്പോൾ ജനിക്കുന്ന ഓരോ കുഞ്ഞും വക്രിച്ച ശരീരത്തോടു കൂടിയിട്ടുള്ള കുഞ്ഞുങ്ങളായപ്പോഴാണ് അതിൻ്റെ അപകടം മനസ്സിലായത്. എത്രയോ കാലം എൻഡോസൾഫാൻ അടിച്ചടിച്ച് പിന്നീട് വരുന്ന കുഞ്ഞുങ്ങളെ അത് ബാധിച്ചു. ഇങ്ങനെ ഓരോ സ്ഥലത്തും ജനിക്കുന്ന കുട്ടികളിൽ ചില വൈകല്യങ്ങൾ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10-50 വർഷം കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവുന്ന കുട്ടികളിൽ അങ്ങനെ ഒരു വൈകല്യം വരുമ്പോഴായിരിക്കും ഈ കഥകളുടെയൊക്കെ പ്രസക്തി മനുഷ്യൻ ഉറക്കെ പറയൂ നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇപ്പോഴേ ചിന്തിക്കാനുള്ളൊരു തിരിച്ചറിവായി ഈ കഥകൾ ഉപയോഗിച്ചുകൂടെ? വരാൻ പോകുന്ന ഒരു ദുരന്തത്തെ മുൻകൂട്ടി കാണിച്ചെന്ന വ്യാസഭഗവാൻ. അതുകൊണ്ടാണ് വ്യാസഭഗവാനെ സ്തുതിക്കുന്നത്. ഗീതയിൽ ഭഗവാൻ വേദവ്യാസ മഹർഷി കൃഷ്ണനിലൂടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത. നിങ്ങൾക്ക് ഇവിടെ ശ്രേയസ് വേണോ? നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പ് വേണോ? ദേവാൻ ഭാവയത. പ്രകൃതി ദേവന്മാരെ, പ്രകൃതി ശക്തികളെ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തണട്ടോ. ഈ പ്രകൃതിയെ നിങ്ങൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സംരക്ഷണവും പ്രകൃതി ഇല്ലാതാക്കും.